ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 104. ചേതൻ മഹാദേവന്റെ സിംഹപ്രതിമയെ സ്പർശിച്ചപ്പോൾ അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി അവന് ആ പ്രതിമ വ്യാജമാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അവനത് പ്രയോജനപ്പെടുത്തി എല്ലാവരുടെയും മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കാനായി ഉപയോഗിച്ചു. ട്രേഡിംഗ് കമ്പനിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും മോഹൻ ഭയത്താൽ വിയർത്ത് കുളിച്ചിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ടും ആരും അവനെ പിന്തുടർന്ന് വരാത്തത് കണ്ട് അയാൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ഒരു ദീർഘനിശ്വാസമെടുത്തു. എന്നിട്ട് അവൻ തന്റെ മനസ്സിനെ ഒന്ന് സമാശ്വസിപ്പിച്ച് ചേതനോട് ചോദിച്ചു, സാർ, നമ്മളിപ്പോ എവിടേക്കാണ് പോകുന്നത്? വന്ന ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നേരെ ബംഗ്ലാവിലേക്ക്, അല്ലാതെ എങ്ങോട്ടാ? ചേതൻ ലാഘവത്തോടെ മറുപടി പറഞ്ഞു. ചേതൻ നേരത്തെ നടക്കാൻ പോകാമെന്ന് പറഞ്ഞ് ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ മഹാദേവനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് മോഹനോട് പറഞ്ഞിരുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാകും അങ്ങനെ ആവശ്യപ്പെടുന്നതെന്ന് കരുതിയാണ് മോഹൻ നേരെ ചേതനെ മഹാദേവന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. എന്നാൽ അവിടെ അത്ര വലിയ പൊല്ലാപ്പുകൾ ഉണ്ടാകുമെന്ന് അവൻ വിചാരിച്ചതേയില്ല. അതൊന്നും അയാൾക്ക് ഇപ്പോഴും അങ്ങ് ദഹിച്ചിട്ടില്ല. ചേതന്റെ ഓരോ പ്രവൃത്തിയും അയാളിൽ പുതിയ സംശയങ്ങൾ ഉളവാക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതിൽ നിന്ന് ചേതൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അതുകൊണ്ട് അതറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് കരുതി അയാൾ ചേതന് നേരെ തിരിഞ്ഞു. ഇന്ദ്രൻ സാർ, എന്താണ് സാറിന്റെ പ്ലാൻ? മോഹൻ ചോദിച്ചു. നീ ഇങ്ങനെ ധൃതി കൂട്ടാതെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിനക്ക് ഉടനെ തന്നെ മനസ്സിലാവും, ചേതൻ ഒരു ചിരിയോടെ പറഞ്ഞു. അതിനപ്പുറം ചേതൻ ഒന്നും തന്നെ വിശദീകരിക്കാൻ ഒരുങ്ങിയില്ല. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കാൻ പോകുന്നത്? സാറിന്റെ പ്ലാൻ എന്തായിരിക്കും? ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലല്ലോ. മോഹൻ തല ചൊറിഞ്ഞുകൊണ്ട് ചിന്തിച്ചു. അവർ താമസിച്ചിരുന്ന ബംഗ്ലാവ് ആ ട്രേഡിംഗ് കമ്പനിയിൽ നിന്നും അത്ര അകലെയല്ല. അതുകൊണ്ട് അവർക്ക് വീട്ടിലേക്ക് മടങ്ങാൻ അധിക സമയം വേണ്ടി വന്നില്ല. തിരികെ തന്റെ മുറിയിലേക്ക് പോകും മുമ്പ് ചേതൻ മോഹനോട് ഉത്തരവിട്ടു, സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ഞാൻ വളരെ ക്ഷീണിതനാണ്. എനിക്ക് കുറച്ച് വിശ്രമിക്കണം. ഇവിടെ എന്നെ കാണാനായി ആര് വന്നാലും വാതിൽക്ക് തന്നെ കാത്തു നിൽക്കാനായി പറയുക. എന്റെ അനുവാദം ഇല്ലാതെ ആരെയും അകത്തേക്ക് കയറ്റിവിടരുത്. ശരി സാർ, മോഹൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ മനസ്സിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ ഒന്നിനും മുതിർന്നില്ല. ഒരു ദിവസം മുഴുവൻ കാത്തിരുന്നിട്ടും ആരും വന്നില്ല. പിന്നെ ഇപ്പോ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഇനി ആര് വരാനാണ് എന്ന സംശയമായിരുന്നു മോഹന്റെ ഉള്ളിൽ. മോഹൻ ചേതന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും തന്റെ ശരീരത്തിലെ മുറിവുകളിൽ മരുന്ന് വെക്കാനായി ഒരു ശാന്തമായ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. മഹാദേവന്റെ ശിങ്കിടികളിൽ നിന്നും കിട്ടിയ തല്ലെല്ലാം കാരണം അവന്റെ ശരീരം ഇപ്പോഴും വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പുറത്തു നിന്നിരുന്ന ഒരു കാവൽക്കാരൻ അകത്തേക്ക് വന്നു. മോഹൻ, ആരോ ഇന്ദ്രൻ സാറിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, അയാൾ വിനയത്തോടെ പറഞ്ഞു. ഇന്ദ്രൻ സാറിനെ കാണാൻ ആരോ വന്നിരിക്കുന്നുവെന്നോ? അതും ഈ സമയത്തോ? ഈ രാത്രിയിലൊക്കെ ആളുകൾ കാണാൻ വരുമെന്ന് മോഹൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, മഹാദേവൻ സാറാണ്, ആ കാവൽക്കാരൻ പറഞ്ഞു. എന്ത്? മഹാദേവൻ സാറോ? മോഹന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. നേരത്തെ ആരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന് ചേതൻ പറഞ്ഞപ്പോഴും മോഹൻ അത് കാര്യമാക്കി എടുത്തിരുന്നില്ല. എന്നാൽ അവന്റെ വാക്കുകൾ സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു. സാക്ഷാൽ മഹാദേവൻ തന്നെ ചേതന്റെ വീട്ടുവാതിൽക്ക് വന്ന് അവനായി കാത്തു നിൽക്കുകയാണ്. മഹാദേവനെ പോലൊരു വലിയ മനുഷ്യനെ പുറത്തു നിർത്തുന്നത് എത്ര വലിയ തെറ്റാണെന്ന് മോഹൻ ചിന്തിച്ചു. അയാൾ ഇനി അവിടെ നടന്നതിന് വല്ല പ്രതികാരം ചെയ്യാനോ മറ്റോ ആണോ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നത്? മോഹൻ ഒന്ന് സംശയിക്കാതിരുന്നില്ല. മോഹൻ, ഞാൻ പോയി വേഗം അവരെ വിളിച്ചുകൊണ്ട് വരട്ടെ. നീയും വേഗം ചെന്ന് ഇന്ദ്രൻ സാറിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് കാവൽക്കാരൻ അവിടെ നിന്നും പോകാൻ തിരഞ്ഞപ്പോഴാണ്, ആര് കാണാൻ ആവശ്യപ്പെട്ടു വന്നാലും അവരെ വാതിൽക്ക് തന്നെ നിർത്തിയാൽ മതി, അകത്തേക്ക് കേട്ടണ്ട എന്ന് ചേതൻ പറഞ്ഞത് മോഹൻ ഓർമ്മ വന്നത്. മഹാദേവൻ തീർച്ചയായും തന്നെ കാണാൻ വരുമെന്ന് ചേതൻ അറിയാമെന്ന് മോഹൻ വ്യക്തമായി തന്നെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അയാൾ ഇപ്പോൾ കാണാൻ ചേതൻ ആഗ്രഹിക്കുന്നില്ല എന്നും മോഹൻ തിരിച്ചറിഞ്ഞു. മഹാദേവൻ ഒരു സാധാരണക്കാരനല്ല. അതുകൊണ്ട് തന്നെ അയാളെ പുറത്തു നിർത്തുന്നത് മോശമാണ്. മോഹന് ആലോചിക്കുന്തോറും പേടി വരാൻ തുടങ്ങി. നാളിതുവരെ ഒന്ന് കാണാൻ ആളുകൾ കൂട്ടത്തോടെ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്ന ഒരാൾ ദാ ഇപ്പോ തന്റെ യജമാനെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുന്നു. മഹാദേവനെ അകത്തേക്ക് കയറ്റണോ അതോ ഇന്ദ്രൻ സാർ പറഞ്ഞതുപോലെ വെളിയിൽ നിർത്തണോ? മോഹൻ ചിന്തിച്ചു. പുറത്തു നിർത്തി അപമാനിച്ചതായി അയാൾക്ക് തോന്നിയാൽ തന്നെ ഏറിയാൽ എന്ത് ചെയ്യും? കൊല്ലുമായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോഹൻ ഭയന്നില്ല.
അവൻ തന്റെ യജമാനന്റെ ആജ്ഞ അനുസരിച്ചാ മതിയെന്ന് തീരുമാനിച്ചു. എന്നിട്ട് കാവൽക്കാരന് നേരെ തിരിഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. മോഹൻ വേഗത്തിൽ നടന്ന് ബംഗ്ലാവിന്റെ ഗേറ്റിനടുത്തെത്തി. അവന് പ്രതീക്ഷിച്ചതുപോലെ മഹാദേവൻ അവിടെ നിൽക്കുന്നത് കണ്ടു. കാശിയും അയാളുടെ പുറകിൽ നിന്നിരുന്നു. ഇരുവരും മോഹനെ നോക്കി മൃദുവായി ചിരിച്ചു. പിന്നെ കാശി മുന്നിലേക്ക് വന്നു ചോദിച്ചു, മോഹൻ, മഹാദേവൻ സാറിന് നിന്റെ യജമാനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഒന്ന് പറയാമോ? അയാൾ ചോദിച്ചു, നിന്റെ സാറിനോട് ഒന്ന് ഞാൻ കാണാൻ വന്നിരിക്കുന്ന കാര്യം അറിയിക്കാമോ? മഹാദേവനും താഴ്മയോട് ചോദിച്ചു. മഹാദേവന്റെ സംസാരം കേട്ട് മോഹൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. മഹാദേവൻ ആ സിംഹപ്രതിമ ഉടച്ചതിന് പ്രതികാരം ചെയ്യാൻ വന്നതാവുമെന്നായിരുന്നു മോഹൻ കരുതിയത്. എന്നാൽ ഇങ്ങനൊരു ഭാവമാറ്റം അയാൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്പരപ്പ് മൂലം അവന്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. വെറുമൊരു കടയുടമയായിരുന്ന മോഹനെ എപ്പോഴും ആളുകൾ അവഹേളിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആരും അവനോട് ഇങ്ങനെ താഴ്മയായി സംസാരിക്കാറില്ല. എന്നാൽ ഇപ്പോഴോ മഹാദേവൻ തന്നെ അവനോട് ഇങ്ങനെ സംസാരിക്കുന്നു. തനിക്ക് ഇത്രയധികം ബഹുമാനം ലഭിക്കുന്നത് കണ്ടപ്പോൾ മോഹന്റെ കണ്ണുകൾ കലങ്ങി. ഒരുപക്ഷെ ഇന്ദ്രൻ സാറിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞാലും അയാൾക്ക് മഹാദേവന്റെ അടുത്ത് നിൽക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം അയാൾക്ക് സ്വർഗത്തിലെത്തിയ പോലെ തോന്നി. മോഹന്റെ മുഖം സന്തോഷം കൊണ്ട് തുടുത്തു. തന്റെ യജമാനൻ ഒരു എസ് ലെവൽ അധ്യാപകനാണെന്ന് മഹാദേവൻ മനസ്സിലാക്കി കാണണം. അതുകൊണ്ടായിരിക്കാം അയാൾ ഇവിടേക്ക് തിടുക്കത്തിലെത്തിയത്. താനിപ്പോ ഒരു എസ് ലെവൽ അധ്യാപകന്റെ കാര്യസ്ഥനാണെന്ന് മോഹൻ ഓർത്തു. നാട്ടിലെ എല്ലാവരും ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനം തന്നെയാണ് തനിക്കുമുള്ളത്. മഹാദേവൻ എത്ര വലിയവനാണെങ്കിലും എത്ര പണക്കാരനാണെങ്കിലും അയാൾ വെറുമൊരു വ്യവസായി മാത്രമാണ്. അതുകൊണ്ട് തന്നെ വെറുമൊരു വ്യവസായിയെ എന്തിന് ഇന്ദ്രൻ സാറിന്റെ കാര്യസ്ഥനായിരിക്കുന്ന താൻ ഭയപ്പെടണം? മോഹൻ ചിന്തിച്ചു. അവന്റെ മനസ്സിലെ ഭയമെല്ലാം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞുപോയി. അയാൾ ഒന്ന് നിവർന്നു നിന്ന് അഭിമാനത്തോടെ പറഞ്ഞു, സോറി സാർ, നിങ്ങൾ തെറ്റായ സമയത്താണ് ഇവിടെ വന്നതെന്ന് തോന്നുന്നു. ഇതെന്റെ യജമാനന്റെ വിശ്രമ സമയമാണ്. ഈ സമയത്ത് ആരെയും അകത്തേക്ക് കടത്തി വിടരുതെന്ന് അദ്ദേഹം വളരെ കർശനമായി ഉത്തരവിട്ടിരുന്നു. യജമാനന്റെ വാക്ക് ലംഘിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് സമയം കളയാതെ നിങ്ങൾക്ക് പോകാം. മോഹൻ പുറത്തേക്ക് കൈ കാണിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. അത് പറയുമ്പോൾ പുറമെ ഗൗരവത്തിലായിരുന്നെങ്കിലും അയാളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. ഇത്രയും നാൾ മഹാദേവന്റെ മുമ്പിൽ തല കുനിച്ച് ബഹുമാനത്തോടെയാണ് മോഹൻ നിന്നിരുന്നത്. അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ കാര്യം പോലും സംഭവിച്ചാൽ തന്നെ ഈ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കുമോ എന്ന ഭയത്തിലാണ് അവൻ നാളുകൾ കഴിച്ചു കൂട്ടിയത്. പക്ഷെ അതേയാളുടെ അടുത്ത് ഒരു നാൾ തനിക്ക് ഇത്രയും ഗർവോടെ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് മോഹൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അദ്ദേഹം ഉറങ്ങുകയാണോ? മഹാദേവൻ വാടിയ മുഖത്തോടെ ചോദിച്ചു. അയാൾക്ക് എന്തോ പറയണമെന്ന് തോന്നിയെങ്കിലും മിണ്ടാതെ നിന്നു. മഹാദേവന്റെ മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടായിരുന്നു. ചേതൻ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവരും പിന്നാലെ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാവിൽ എത്തിച്ചേർന്നിട്ട് 5 മിനിറ്റ് പോലും ആവുന്നതിന് മുമ്പ് മഹാദേവനും കൂട്ടരും അവിടെ എത്തിയിരുന്നു. ഈ ചെറിയ സമയത്തിനുള്ളിൽ ചേതൻ ഉറങ്ങിയിരിക്കുമെന്ന് പറഞ്ഞപ്പോ മഹാദേവന് വിശ്വസിക്കാനായില്ല. എന്തുകൊണ്ടായിരിക്കും ഈ അധ്യാപകൻ തന്നെ കാണാൻ സമ്മതിക്കാത്തതെന്ന് മഹാദേവൻ ചിന്തിച്ചു. ഇനി തന്റെ പ്രവൃത്തി കാരണം തന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കുമോ? അത് തന്നെയായിരിക്കും കാരണമെന്ന് മഹാദേവൻ കരുതി. ഒരു എസ് ലെവൽ ടീച്ചറിന് ദേഷ്യം വന്ന രാജ്യത്തെ രാജാക്കന്മാർ പോലും പേടിക്കും. അപ്പോൾ താനോ വെറുമൊരു വ്യാപാരി മാത്രം. അദ്ദേഹത്തിന് തന്നോട് ശരിക്കും ദേഷ്യമാണെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കും? അദ്ദേഹത്തിന്റെ സ്ഥാനത്തുള്ളവരുടെ കോപം നേരിടാൻ രാജാക്കന്മാർക്ക് പോലും ധൈര്യമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു സാധാരണ വ്യാപാരിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മഹാദേവൻ ചിന്തിച്ചു. അയാളുടെ ഭാര്യയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൾ എപ്പോൾ വേണമെങ്കിലും മരിക്കാം. ഈ അധ്യാപകന് തന്റെ ഭാര്യയുടെ രോഗത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അവളെ സുഖപ്പെടുത്താനും കഴിയുമായിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഈ അധ്യാപകന് തന്നോടുള്ള ദേഷ്യം മാറ്റിയെടുക്കണമെന്ന് മഹാദേവൻ ഉറപ്പിച്ചു. ഇല്ലെങ്കിൽ തന്റെ ഭാര്യയുടെ അവസ്ഥ എന്താകും? അവളില്ലാതെ താൻ എന്തു ചെയ്യും എന്ന ചിന്തയിൽ മഹാദേവൻ വീണ്ടും മോഹനെ എളിമയോടെ നോക്കി. എന്റെ സെക്യൂരിറ്റി, നിന്റെ യജമാനൻ ആരാണെന്ന് അറിയാതെയാണ് മോശമായി പെരുമാറിയത്. അതിൽ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാമെന്ന് ഒന്ന് നീ സാറിനോട് പറയണം. മഹാദേവൻ താഴ്മയായി പറഞ്ഞു. മഹാദേവൻ സാർ, നിങ്ങളുടെ സെക്യൂരിറ്റി എന്നെയാണ് എടുത്തിട്ടടിച്ചത്. നോക്ക്, എന്റെ ദേഹത്തുള്ള മുറിവുകൾ കണ്ടില്ലേ? ഞാൻ ഇന്ദ്രൻ സാറിന്റെ കാര്യസ്ഥനാണ്. അപ്പോ എന്നെ തല്ലിയ അദ്ദേഹത്തിന് ദേഷ്യം വരാതിരിക്കോ? മോഹൻ ദേഷ്യത്തോടെ ചോദിച്ചു. കിട്ടിയ അവസരം മുതലെടുക്കുകയായിരുന്നു അയാൾ. മോഹൻ, നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. തെറ്റെല്ലാം
ഞങ്ങളുടെ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഞാൻ നിനക്കായുള്ള മരുന്നുകൾ കൊണ്ടുവന്നത്. ഈ മരുന്നുകൾ പുരട്ടിയാൽ വേഗം മുറിവുകൾ ഉണങ്ങും. പിന്നെ ഈ സമ്മാനവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഇതിന് പകരം എന്റെ ഈ അഭ്യർത്ഥന മാത്രം ഇന്ദ്രൻ സാറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്നും ഒരു കുപ്പിയും നോട്ടും എടുത്ത് മോഹന്റെ നേരെ നീട്ടി. മോഹൻ മഹാദേവന്റെ കയ്യിലെ സമ്മാനങ്ങൾ സൂക്ഷിച്ചു നോക്കി. കുപ്പി വളരെ വിലയുള്ളതാണെന്ന് അയാൾക്ക് മനസ്സിലായി. കൂടാതെ ഈ ഗുളികകൾ വൂണ്ട് റിക്കവറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മരുന്ന് മുറിവുകളെ പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ സഹായിക്കുമായിരുന്നു. എന്നാൽ ഇതും വളരെ ചെലവേറിയതാണ്. ആൽക്കമി യൂണിയനിലെ ഒരു ഔദ്യോഗിക ആൽക്കമിസ്റ്റിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു അപൂർവ മരുന്നാണത്. അതുകൊണ്ടാണ് ഓരോ ഗുളികയ്ക്കും 10,000 രൂപയോളം വിലയുള്ളത്. മഹാദേവൻ ആ ഗുളികകളുടെ ഒരു വലിയ ബോട്ടിൽ തന്നെയാണ് മോഹന് സമ്മാനമായി വെച്ച് നീട്ടിയത്. ഒപ്പം മഹാദേവന്റെ കയ്യിലെ നോട്ടുകെട്ടുകളും. ഒരു വിഷയം തന്റെ യജമാനെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പണം തനിക്ക് വെച്ച് നീട്ടുന്നതെന്ന് അയാൾ മനസ്സിലാക്കി. ദൈവമേ, 1 വർഷം ജോലി ചെയ്താൽ പോലും എനിക്ക് ഇത്രയും പണം സമ്പാദിക്കാൻ കഴിയില്ല. അപ്പോ ഈ ചെറിയ പണിക്ക് ഇത്രയും പണമൊക്കെ എനിക്ക് നൽകേണ്ട ആവശ്യം എന്താണ്? മോഹൻ ചിന്തിച്ചു. സമ്മാനങ്ങൾ അവനെ അത്ഭുതപ്പെടുത്തിയെങ്കിലും മഹാദേവന്റെ പെരുമാറ്റവും വില കൂടിയ സമ്മാനവും ഒക്കെ തരാനുള്ള കാരണം താനല്ല, തന്റെ യജമാനാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്മാനങ്ങൾ വാങ്ങുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം കരുതി. അതുമല്ല, മഹാദേവൻ എന്ത് വിചാരിക്കുമെന്നോർത്ത് വിഷമിക്കേണ്ട നിലയിലല്ല ഇപ്പോൾ മോഹൻ. ഒരാളെ വശത്താക്കാൻ സമ്മാനങ്ങൾ നൽകുന്നത് തെറ്റായ കാര്യമായിരുന്നു. താൻ ഈ സമ്മാനങ്ങൾ സ്വീകരിച്ചാൽ ഇന്ദ്രൻ സാർ കോപിക്കുമെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ സ്വയം നിയന്ത്രിച്ചു. ക്ഷമിക്കണം, എനിക്ക് സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. അതേ ബഹുമാനം നിങ്ങളും കാണിക്കണം. ഇങ്ങനെ സമ്മാനങ്ങൾ മറ്റും നൽകി കാര്യം കാണാൻ നോക്കുന്നത് അത്ര ശരിയായ രീതിയല്ല. ഇന്ദ്രൻ സാറിനെ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ അതിനർത്ഥം താല്പര്യമില്ലെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ പണവും സമ്മാനങ്ങളും ഒക്കെ നൽകി അദ്ദേഹത്തെ വശത്താക്കാമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾക്ക് പോകാം. എന്നിട്ട് നാളെ വന്ന് വീണ്ടും സാറിനെ കാണാമെന്ന് ശ്രമിച്ചു നോക്ക്. വീണ്ടും ധൈര്യം സംഭരിച്ച് മോഹൻ പറഞ്ഞു. മഹാദേവൻ കൈക്കൂലി തന്ന് തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് വല്ലാത്ത ദേഷ്യം വന്ന പോലെ അയാൾ അഭിനയിച്ചു. മോഹൻ ഇന്നു മുതൽ ഒരു S ലെവൽ അധ്യാപകന്റെ കാര്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇനി മുതൽ ജോലിയിൽ ധാർമ്മികത പാലിക്കണമെന്നും സൽസ്വഭാവി ആയിരിക്കണമെന്നും മോഹൻ സ്വയം പറഞ്ഞു. ഇത്രയധികം പണവും സമ്മാനങ്ങളും സ്വീകരിച്ച് സാറിനെ വഞ്ചിച്ചാൽ അയാളുടെ വില എന്താകും? മറ്റുള്ളവർ അയാളെ എങ്ങനെ കാണും? അങ്ങനെ പലതും അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. നാളെയോ? മോഹന്റെ മറുപടി കേട്ട് മഹാദേവൻ അസ്വസ്ഥനായി. ഭാര്യയുടെ അവസ്ഥ എങ്ങനെ ശരിയാക്കണമെന്ന് അവൻ അറിയില്ല. നാളെ വരെ ചിലപ്പോ അവളുടെ ആയുസ് കാത്തു നിന്നില്ലെങ്കിലോ? അവൾക്ക് നാളെയാകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ നിന്നോട് യാചിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് ഞാൻ നിന്റെ യജമാനെ കാണാൻ വന്നത്. ദയവായി എന്നെ സഹായിക്കൂ. എന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇത്തരം സാറിനല്ലാതെ എന്നെ സഹായിക്കാൻ ആർക്കും കഴിയില്ല. ഇതും പറഞ്ഞ് മഹാദേവൻ മറ്റൊരു നോട്ടെടുത്ത് മോഹനെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. ഈ സമയം അയാൾ വളരെ സങ്കടത്തോടെയും വേദനയോടെയും കാണപ്പെട്ടു. നോട്ടുകൾ പിടിച്ചപ്പോൾ മോഹന്റെ കൈകൾ വിറച്ചു. അധ്യായം 105. ഇന്ദ്രൻ സാറിനെ ഒന്ന് കാണാൻ സഹായിക്കണമെന്ന് മഹാദേവൻ മോഹനോട് വീണ്ടും ആവശ്യപ്പെട്ടു. മറ്റൊരു നോട്ടുകെട്ട് കൂടി മോഹന് നേരെ നീട്ടിക്കൊണ്ടായിരുന്നു അയാൾ അത് ചോദിച്ചത്. ക്ഷമിക്കണം മഹാദേവൻ സാർ, ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. എനിക്ക് എന്റെ മാസ്റ്ററുടെ കൽപ്പന നിരസിക്കാൻ കഴിയില്ല, മോഹൻ വീണ്ടും പറഞ്ഞു. മഹാദേവൻ തനിക്ക് നീട്ടിയ പണം കണ്ടപ്പോൾ മോഹന്റെ മനസ്സ് ഒന്ന് ചഞ്ചലപ്പെടാതിരുന്നില്ല. ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും ചേതനയോർത്ത് അയാൾ അത് നിരസിച്ചു. എങ്കിലും എങ്ങനെയോ ധൈര്യം സംഭരിച്ച് അയാൾ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് തിരിച്ചുപോയി. വാതിലടച്ചേക്ക്. പോകുന്ന വഴിയെ മോഹൻ കാവൽക്കാരോട് പറഞ്ഞു. എന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ബംഗ്ലാവിന് ഉള്ളിലേക്ക് നടന്നു. മോഹൻ, മോഹൻ! മഹാദേവൻ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്നു. മഹാദേവൻ ഡോൺ സ്റ്റേജ് 7 ആയിരുന്നു. അവിടെ നിലയുറപ്പിച്ചിരുന്ന ഗാർഡുകൾ ലെവൽ 3യും. എന്നിരുന്നാലും അവരെ വെല്ലുവിളിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം ധൈര്യപ്പെട്ടില്ല. സാർ ഒന്ന് സമാധാനിക്കേ. കാശി അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ കാശി ഇത്രയും നേരം മൗനം പാലിക്കുകയായിരുന്നു. പക്ഷെ മഹാദേവന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാതെ അയാളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. എല്ലാം എന്റെ തെറ്റാണ്. ആ സിംഹപ്രതിമ ഞാൻ കൃത്യമായി പരിശോധിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. കാശി ഉള്ളിൽ ഖേദിച്ചു. മോഹൻ
മഹാദേവന്റെ മുഖത്തടിക്കുന്നത് പോലെ വാതിലടയ്ക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യത്തിന് പകരം കുറ്റബോധം കൊണ്ട് നിറയുകയായിരുന്നു അയാളുടെ മനസ്സ്. ട്രേഡിംഗ് കമ്പനിയിൽ എല്ലാം കാശിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ആരെങ്കിലും അതിൽ തെറ്റ് കണ്ടെത്തിയാൽ കാശിക്കാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. തന്റെ ഒരു ശ്രദ്ധയില്ലായ്മ എത്രമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയെന്നോർത്ത് അയാൾ വിഷമിച്ചു. മഹാദേവൻ സാർ, നമ്മളിവിടെ എത്ര നേരം നിന്നിട്ട് കാര്യമില്ല. വെറുതെ സമയം പാഴാക്കുന്നല്ലാതെ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാം, കാശി പറഞ്ഞു. ഞാൻ ഇന്ദ്രൻ സാറിനെ കാണാതെ ഇവിടെ നിന്നും പോകില്ല. അതിനി ഈ ഒരു രാത്രി മാത്രമല്ല, ഇന്ദ്രൻ സാറിനെ എപ്പോ കാണാൻ കഴിയുമോ അതുവരെ ഞാൻ ഇവിടെ തന്നെ കാത്തു നിൽക്കും. നേരത്തെ ഞാനായിട്ട് ഒരു നല്ല അവസരം ഇല്ലാതാക്കിയതാണ്. അതുകൊണ്ട് ഈ ഒരു അവസരവും ഞാൻ പാഴാക്കില്ല. മഹാദേവൻ ഉറച്ചു പറഞ്ഞു. താൻ പറഞ്ഞതെല്ലാം നിറവേറ്റാനുള്ള അയാളുടെ ദൃഢനിശ്ചയം ആ കണ്ണുകളിൽ തന്നെ പ്രകടമായിരുന്നു. ഈ ആത്മാർത്ഥതയും ജോലിയോടുള്ള അർപ്പണബോധവും കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ വ്യവസായിയാകാൻ കഴിഞ്ഞത്. ദരിദ്രനായി ജനിച്ചിട്ടും ഇന്ന് എല്ലാവരും അറിയപ്പെടുന്ന സമ്പന്നനായി തീർന്നതിന്റെ കാരണം അയാൾ എപ്പോഴും നല്ല ലക്ഷ്യബോധമുള്ളവനായിരുന്നു എന്നതാണ്. ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്ര നേരം വേണമെങ്കിലും അവിടെ കാത്തു നിൽക്കാൻ അയാൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. മഹാദേവൻ സാർ ആരാണ്, എന്താണെന്ന് പോലും നോക്കാതെ ഞാൻ ചെയ്തത് ഓവറായി പോയോ? മുഖത്തടിച്ചതുപോലെ ഗേറ്റ് മുടച്ച് പോയില്ലേ? കൂടുതൽ ചിന്തിക്കുന്തോറും താൻ ചെയ്തത് വലിയ മണ്ടത്തരമാണെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. ഇന്നലെ വന്ന ഇന്ദ്രൻ സാറിന് വേണ്ടി താൻ ഇതുവരെ ബഹുമാനിച്ചിരുന്ന ഒരാളെയാണ് ഒരു സാധാരണക്കാരനെ പോലെ ഗേറ്റിന് വെളിയിൽ നിർത്തിയത്. അവനൊരു കോടീശ്വരനാണ്, അതാർക്കും നിഷേധിക്കാനാവില്ല. രാജകൊട്ടാരത്തിലെ ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥനെയോ മന്ത്രിയെയോ മഹാദേവൻ കാണാൻ ചെന്നാൽ പോലും അവരെല്ലാം സമയമുണ്ടാക്കി അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഓടിച്ചെല്ലും. അങ്ങനെയുള്ളപ്പോഴാണ് മോഹൻ അയാളെ ഗേറ്റിന് പുറത്തു നിർത്തിയത്. പിന്നെ താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും മഹാദേവന് തന്നോട് ദേഷ്യം വന്നില്ല എന്നതാണ് മോഹനെ അതിശയിപ്പിച്ച വലിയ കാര്യം. എന്തൊക്കെ പറഞ്ഞാലും മഹാദേവനെ പോലെ ഒരാൾ താൻ പറഞ്ഞതനുസരിച്ച് മിണ്ടാതെ നിന്നെന്ന് നാലാളറിഞ്ഞ തനിക്ക് വലിയ വിലയായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഉള്ളിലൊരു അഭിമാനമൊക്കെ മോഹന് തോന്നി. താനും നാട്ടിലെ ഒരു അറിയപ്പെടുന്ന വ്യക്തിയായി മാറും. ഇന്ദ്രന്റെ കാര്യസ്ഥനായി മാറാനുള്ള തന്റെ തീരുമാനം എന്തായാലും കൊള്ളാം. അത് താൻ ജീവിതത്തിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനമാണെന്ന് അയാൾക്ക് തോന്നി. അതോടെ തന്റെ യജമാനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും അയാളുടെ ഉള്ളിൽ നിന്ന് മാറിയിരുന്നു. തീർച്ചയായും അദ്ദേഹം ഒരു എസ് ലെവൽ അധ്യാപകൻ തന്നെയാണ്, മോഹൻ മനസ്സിൽ ഉറപ്പിച്ചു. അല്ലാതെ ഇങ്ങനെയൊന്നും നടക്കില്ല. ഇനിയൊന്ന് ഇന്ദ്രൻ സാറിനെ പോയി നോക്കാം. അദ്ദേഹം ഉറങ്ങിക്കാണാൻ വഴിയില്ല. കുറച്ചുനേരം സന്തോഷത്താൽ മതിമറന്ന മോഹൻ മെയിൻ ഹാളിലേക്ക് നടന്നു. ചേതന്റെ മുറിയിൽ ഇപ്പോഴും വിളക്ക് കത്തുന്നത് അയാൾ കണ്ടു. മോഹൻ അകത്തേക്ക് പോയി നോക്കിയപ്പോൾ ചേതൻ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അയാൾ വിചാരിച്ചതുപോലെ തന്നെ ചേതൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. മോഹൻ മടിച്ച് ചേതന്റെ മുറിയിലേക്ക് കയറി. ഇന്ദ്രൻ സാർ, മഹാദേവൻ സാർ വന്നിട്ടുണ്ട്, ചേതന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ചേതൻ മെല്ലെ തലയാട്ടി. എന്നാൽ അവൻ മറ്റൊന്നും പറഞ്ഞില്ല. അത് കണ്ട് മോഹൻ വീണ്ടും സംസാരിച്ചു. മഹാദേവൻ സാറിനെ കണ്ടാ കൊള്ളാന്നുണ്ട്. മോഹൻ ഒരു നിമിഷം മടിച്ചു നിന്നതിന് ശേഷം പറഞ്ഞു. എനിക്കറിയാം, ആ കാര്യങ്ങളൊക്കെ നാളെ നോക്കാം. ഒരു രാത്രി എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ എന്നെ കാണേണ്ട ആവശ്യമില്ല. രാജാവായിരുന്നാലും വ്യവസായി ആയിരുന്നാലും ക്ഷമ വളരെ പ്രധാനമാണ്. അവർക്ക് അതറിയാം. അതുകൊണ്ടാണ് അവർ അത്രയും വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, ഉറങ്ങാൻ പോവുക. ചേതൻ പുറത്തേക്ക് കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറയുമെന്ന്. അതറിഞ്ഞിട്ടും പോയി ചോദിക്കാൻ പോയതാണ് എന്റെ തെറ്റ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മോഹൻ തലയാട്ടി തിരിച്ചുപോയി. സത്യത്തിൽ ചേതൻ വിഷമം പിടിച്ച അവസ്ഥയിലായിരുന്നു. സിംഹപ്രതിമ സ്പർശിച്ചപ്പോൾ തന്നെ അത് പച്ച മാർബിൾ അല്ലെന്ന് വ്യക്തമായി അവന് മനസ്സിലായിരുന്നു. അതുപോലെ ആ മെറ്റീരിയലിന്റെ ദോഷവശങ്ങളും അവൻ അറിയാമായിരുന്നു. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കാൻ മാന്ത്രിക ലൈബ്രറി ഒരു മാർഗവും അവന് കാണിച്ചു കൊടുക്കുന്നില്ല. രക്തം പുരണ്ട ആ പച്ചക്കല്ലിന്റെ സ്വാധീനത്തിൽ ഒരു സാധാരണക്കാരന് എന്ത് സംഭവിക്കുന്ന മാത്രമേ ലൈബ്രറിയിലെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. കാലം മഹാദേവന്റെ ഭാര്യ സുരക്ഷിതയായിരുന്നു. അതുകൊണ്ടാണ് മഹാദേവൻ പുറത്ത് കാത്തു നിൽക്കുന്നത് വലിയ കാര്യമായി ചേതന് തോന്നിയില്ല. അത് അയാളുടെ ഭാര്യയെ പ്രതികൂലമായി ബാധിക്കില്ല എന്നവനറിയാം. എന്തായാലും ചേതന്റെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. കാരണം 9 ദിവസം കൊണ്ട് അവന് 30 ലക്ഷം രൂപ സമ്പാദിക്കണമായിരുന്നു. സമയം പാഴാക്കാതെ ചേതൻ തന്റെ ഡോൺ 6 സ്റ്റേജിലെ തുറക്കാനുള്ള ബാക്കി അക്യു പോയിന്റുകൾ തുറക്കാൻ തുടങ്ങി. രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് അവൻ ഒറ്റയടിക്ക് 30 പോയിന്റുകൾ തുറന്നു. ഇപ്പോൾ അവനാകെ മുഴുവൻ 50 പോയിന്റുകൾ തുറന്നിരുന്നു. ചേതന്റെ ശരീരത്തിൽ ഇപ്പോ ആകെ 160 ടൺ പവർ ഉണ്ടായിരുന്നു.
അതായത് ഒരു ഡോൺ 7 സ്റ്റേജിലുള്ള ഒരാളുടെ അത്രയും ശക്തി. ഡോൺ 7 സ്റ്റേജിൽ ഒരാൾ തന്റെ ഹൃദയത്തിനടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അക്യുപോയിന്റ് തുറക്കണം. അപ്പോൾ മാത്രമേ ശരീരത്തിന്റെ യഥാർത്ഥ ശക്തി വെളിപ്പെടുകയുള്ളൂ. ഡോൺ 7 ലെവൽ 1-ൽ ഒരു മനുഷ്യന് 100 ടൺ ശക്തി ഉണ്ടായിരിക്കും. രണ്ടാം ഘട്ടത്തിൽ 200 ടൺ. അതുപോലെ ക്രമേണ ഘട്ടം 4 അവസാനിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് 400 ടൺ ശക്തി ലഭിക്കും. നിലവിൽ ചേതന്റെ ആകെ കരുത്ത് 160 ടണ്ണാണ്. ഇത് ഡോൺ 7 ലെവൽ 1 വിദഗ്ധനേക്കാൾ അല്പം കൂടുതലായിരുന്നു. ഒരു ലെവൽ 6 ഫൈറ്ററിന് ഇത്രയധികം ശക്തി ഉണ്ടായിരിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് ആകെ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. ഡോൺ 6-ഉം ഡോൺ 7-ഉം തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനാൽ ഇത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഈ നാട്ടിൽ ചേതനല്ലാതെ ഇങ്ങനെ മറ്റാരും ഉണ്ടാകില്ല. എന്തിന്, ചിലപ്പോൾ ഈ ലോകത്തിൽ തന്നെ മറ്റാരും കാണില്ല. മഹാദേവൻ പാതിരാത്രിയിലും വാതിൽക്ക് തന്നെ കണ്ണിമ വെക്കാതെ കാത്തിരിക്കുകയാണ്. ചേതൻ അതൊന്നും കാര്യമാക്കാതെ തന്റെ കണ്ണുകൾ അടച്ച് ഉറങ്ങാനായി കിടന്നു. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു തുടങ്ങി. ഒന്ന് നടുനിവർത്തി ചേതൻ വാതിൽ തുറന്ന് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. സർ, മഹാദേവൻ സാർ രാത്രി മുഴുവൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. മോഹൻ അവിടേക്ക് വന്ന് പറഞ്ഞു. എനിക്കറിയാം. ചേതൻ തലയാട്ടി. സത്യത്തിൽ അക്യുപോയിന്റുകൾ തുറക്കുന്ന തിരക്കിനിടയിൽ അവൻ മഹാദേവന്റെ കാര്യം അങ്ങ് മറന്നുപോയിരുന്നു. ഇപ്പോൾ മോഹൻ പറഞ്ഞപ്പോൾ അവനത് വീണ്ടും ഓർത്തു. പിന്നെ എന്തോ ആലോചിച്ച പോലെ ചേതൻ തന്നെ നെറ്റിയിൽ കൈവച്ചു. ചേതന്റെ പെരുമാറ്റം കണ്ട് മഹാദേവൻ സാറിനെ അവൻ അകത്തേക്ക് ക്ഷണിക്കുമെന്ന് കരുതി മോഹൻ ചേതനെ പ്രതീക്ഷയോടെ നോക്കാൻ തുടങ്ങി. ചേതൻ മെല്ലെ കണ്ണു തുറന്ന് മോഹനെ നോക്കി. മോഹൻ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം, ചേതൻ പറഞ്ഞു. മോഹൻ അത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോയി. ടൗണിലെ ട്രേഡിംഗ് കമ്പനിയുടെ ഉടമ കോടീശ്വരനായ മഹാദേവൻ രാത്രി മുഴുവൻ അദ്ദേഹത്തിനായി പുറത്ത് കാത്തു നിൽക്കുന്നു. എന്നിട്ടും അയാളെ കാണാൻ കൂട്ടാക്കാതെ ഭക്ഷണം കഴിക്കുന്ന കാര്യം ചേതൻ പറയുമെന്ന് മോഹൻ പ്രതീക്ഷിച്ചില്ല. എന്നാൽ അവന് എന്ത് ചെയ്യാൻ കഴിയും? അവനൊരു കാര്യസ്ഥ മാത്രമാണ്. യജമാനന്റെ കൽപ്പനകൾ ലംഘിക്കാൻ അവന് കഴിയില്ല. അതുകൊണ്ട് അവൻ വേലക്കാരെ വിളിച്ച് വേഗം ഭക്ഷണം പാകം ചെയ്യാൻ പറഞ്ഞു. മോഹൻ ജോലിക്ക് കൊണ്ടുവന്ന പാചകക്കാരും ജോലിക്കാരും കഠിനാധ്വാനികളാണ്. താമസിയാതെ അവർ പലതരം രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് ചേതന് മുമ്പിൽ വിളമ്പി. പ്രാതലിന് ശേഷം ചേതൻ തന്റെ പൂന്തോട്ടത്തിൽ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ ആകാശത്ത് ഉദിച്ച സൂര്യൻ നിൽക്കുന്നത് അവൻ കണ്ടു. സമയം എത്രയായെന്നറിയാൻ ചേതൻ മോഹനെ നോക്കി ചോദിച്ചു. മോഹൻ, ഇപ്പോ സമയം 10 മണിയായോ? അതെ സാർ എന്ന് പറഞ്ഞ് മോഹൻ ഗേറ്റിലേക്ക് നോക്കി. ശരി, പോയി ഗേറ്റ് തുറക്കും, ചേതൻ പറഞ്ഞു. അത് കേട്ട് മോഹൻ സന്തോഷത്തോടെ ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു. എന്തു തന്നെയായാലും അവിടെ നിൽക്കുന്നത് മഹാദേവൻ സാറാണ്, ഈ നാട്ടിലെ പ്രധാനിയായ ഒരാൾ. അദ്ദേഹത്തോടുള്ള ബഹുമാനം മോഹന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അത് അവന്റെ പ്രവൃത്തികളിൽ പ്രകടമായിരുന്നു. അതുപോലെ ഈ നഗരത്തിലെ മറ്റൊരു പ്രധാന കുടുംബമുണ്ടായിരുന്നു. നഗരത്തിലെ 4 വലിയ കുടുംബങ്ങളിൽ ഒന്നാണത്. ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ അവകാശിയാണ് ഇഷാൻ. ഇന്നേ വരെ അവൻ ഒരു ജോലിക്കും പോയിട്ടില്ല. കുടുംബത്തിന്റെ പണം ചെലവഴിച്ച് ആർഭാടമായി ജീവിച്ചിരുന്ന പണക്കാരനായ ഒരു പയ്യനായിരുന്നു അവൻ. തന്റെ നായയും കൊണ്ട് നടക്കാൻ പോവുക, സ്ത്രീകളുടെ പുറകെ നടക്കുക, വെറുതെ സമയം പാഴാക്കുക എന്നിവയായിരുന്നു അവന്റെ ദിനചര്യ. അവന് 24 വയസ്സുണ്ട്. എന്നാൽ ഇതുവരെ ഡോൺ സ്റ്റേജ് 3 കടന്നിട്ടില്ലായിരുന്നു. ഒരുപാട് കേമപ്പെട്ടവരുള്ള മഹത്തായ ഒരു കുടുംബത്തിലെ ഏക അലസൻ അവനായിരുന്നു. എന്നാൽ ഇത് അവൻ വേണമെന്ന് കരുതി ഇങ്ങനെ ആയതല്ല. അവന് മറ്റു മാർഗമില്ലായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇഷാന്റെ അച്ഛൻ നോർത്ത് ലൈനിന്റെ തലവനാകാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ സമയത്ത് അദ്ദേഹത്തിന് ഗുരുതരമായ ഒരു രോഗം ബാധിച്ചു. അത് കാരണം അദ്ദേഹത്തിന്റെ നാഡികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അക്യുപോയിന്റുകൾ അടഞ്ഞു പോവുകയും ചെയ്തു. ഇത് സംഭവിച്ചതിന് ശേഷം ഡോൺ 6 ഫൈറ്ററായിട്ട് പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തുയർത്താൻ കഴിയാത്തത്ര ദുർബലനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഇത് മുതലെടുക്കുകയും അദ്ദേഹത്തെ അടിച്ചമർത്തി അദ്ദേഹത്തിന്റെ സ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. താമസിയാതെ ശത്രുക്കൾ അതിൽ വിജയിച്ചു. ഇഷാനും അവന്റെ അച്ഛനെ പോലെ കഴിവുകളുണ്ടായിരുന്നു. പല കാരണങ്ങളാൽ അവൻ അതാരോടും വെളിപ്പെടുത്തിയില്ല. ഇല്ലെങ്കിൽ അച്ഛന്റെ പിൻഗാമിയായി അവന് പേരെടുത്ത ഒരു നേതാവാകാമായിരുന്നു. ശരിയായ അവസരവും സമയവും ലഭിച്ച അവൻ അവന്റെ അച്ഛന്റെ സ്ഥാനം തിരിച്ചെടുക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രോഗവും ശത്രുക്കളുടെ ആക്രമണവും മൂലം അവന്റെ അച്ഛന്റെ ശക്തിയും ഊർജവും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്ത് തന്റെ കഴിവുകൾ മുന്നിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ശത്രുക്കൾ അവനെ അവിടെ നിന്ന് പുറത്താക്കാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെടാനായി അവൻ ഒന്നിനും കൊള്ളാത്തവനെ പോലെ അഭിനയിക്കാൻ തുടങ്ങിയത്.
അതുകൊണ്ടാണ് ഈശാൻ ഒന്നും ചെയ്യാതെ ദിവസങ്ങൾ ചിലവഴിക്കേണ്ടി വന്നത്. ഇതിന്നും അവൻ തുടർന്നു വരുന്നു. ഇന്നുണർന്നപ്പോൾ സൂര്യൻ ആകാശത്ത് പ്രകാശം പരത്തി നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തന്റെ നായയും കൊണ്ട് നടക്കാൻ ഇറങ്ങി. നടക്കുന്നതിനിടയിൽ ദൂരെ ഒരാൾ നിൽക്കുന്നത് കണ്ടതും അവൻ തന്റെ നടത്തം നിർത്തി. ആ ആളുടെ മുഖം അവന് പരിചിതമായിരുന്നു. ഇത് മഹാദേവനല്ലേ, ആ ട്രേഡിംഗ് കമ്പനിയുടെ ഉടമ? ഇയാള് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇഷാൻ ഒരു നടുക്കത്തോടെ അയാളുടെ അടുത്തേക്ക് നടന്നു. അധ്യായം 106. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ചേതൻ. നഗരത്തിൽ അറിയപ്പെടുന്ന ആളുകളിൽ ഒരാളാണ് മഹാദേവൻ. അയാൾക്ക് വളരെയധികം പണവും അധികാരങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും അയാൾ വെറുപ്പിക്കാൻ ധൈര്യമില്ലായിരുന്നു. ഇതേ സമയം ഇഷാൻ ആണെങ്കിലോ ഒരു ശക്തമായ കുടുംബത്തിന്റെ ഭാഗമായിട്ടും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരാളായാണ് ജീവിക്കുന്നത്. ഈ മഹാദേവനും ഇഷാന്റെ കുടുംബവുമായി ബിസിനസ്സിൽ ബന്ധം പുലർത്തിയവരിൽ ഒരാളായിരുന്നു. കൂടാതെ അവർ പലതവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇഷാന്റെ മുത്തശ്ശൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അതുമല്ല, ഇഷാൻ തന്റെ മുത്തശ്ശനെ പോലെ തന്നെ പ്രശസ്തനുമാണ്. പക്ഷേ ആ പ്രശസ്തി ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള ചീത്തപ്പേരിലൂടെയാണെന്ന് മാത്രം. എന്തിനാണ് ഇത്രയും ശക്തനായ പിടിപാടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിയരികിൽ നിൽക്കുന്നത്? ഇഷാൻ ചിന്തിച്ചു. അവൻ നിസ്സഹായനായി നിൽക്കുന്നത് പോലെയാണ് ഇഷാന് അയാളുടെ നിൽപ്പ് കണ്ടപ്പോൾ തോന്നിയത്. കോരിച്ചൊരിയുന്ന മഞ്ഞിൽ അയാളുടെ വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നു. ലക്ഷണം കണ്ടിട്ട് മഹാദേവൻ രാത്രി വീട്ടിൽ പോയിട്ടില്ലെന്നും രാത്രി മുഴുവൻ അയാൾ ഇവിടെ നിൽക്കുകയാണെന്നും ഇഷാന് തോന്നി. ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് ഇഷാന് മനസ്സിലായി. അല്ലാതെ മഹാദേവനെ പോലെ ഒരാൾ മറ്റൊരാളുടെ ബംഗ്ലാവിന് പുറത്ത് എന്തിന് കാത്തു നിൽക്കണം? ഈ ബംഗ്ലാവിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി പുതിയ താമസക്കാർ വന്നോ? ഇഷാൻ ചിന്തിച്ചു. അവൻ പലപ്പോഴും ഈ വഴിയെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ബംഗ്ലാവിൽ വളരെ കാലമായി ആരും താമസിച്ചിരുന്നില്ല എന്ന് അവൻ അറിയാമായിരുന്നു. ആരെങ്കിലും താമസിക്കാൻ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും അതിന് മഹാദേവൻ ഇവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഈ ബംഗ്ലാവ് ഇപ്പോ ആരുടേതാണ്? ഇഷാൻ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ചിലരുടെ സംസാരം അവൻ കേട്ടത്. ഇന്നലെ രാത്രി മുതൽ മഹാദേവൻ സാർ ഇവിടെ കാത്തിരിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. അതെ, ഞാനിത് എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാണ്. മഹാദേവൻ സാറ് ഈ ബംഗ്ലാവിന്റെ ഉടമയെ കാണാനായി വന്നതായിരുന്നു. എന്നാൽ അയാൾ ഇദ്ദേഹത്തെ ഇങ്ങനെ പുറത്തു നിർത്തി. അയാളുടെ കാര്യസ്ഥം വന്ന് മഹാദേവൻ സാറിനോട് ഇവിടെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. സാർ അത് സമ്മതിക്കുകയും ചെയ്തു. ഇഷാൻ അത് കേട്ട് അമ്പരന്നു. ശരിക്കും ഞാൻ ഊഹിച്ചതെല്ലാം ശരിയായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി മുതൽക്കേ മഹാദേവൻ ഇവിടെ തന്നെയാണോ? ഇങ്ങനെ കാത്തു നിൽക്കാൻ മാത്രം ആരാണ് ബംഗ്ലാവിൽ താമസിക്കുന്നത്? മറ്റുള്ളവർ സംസാരിക്കുന്നത് കണ്ട് ഇഷാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അയാൾ രാത്രി മുഴുവനും മഹാദേവനെ പുറത്ത് കാത്തു നിർത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ നിർത്താൻ മാത്രം ശക്തനായി ആരാണ് ഈ നാട്ടിലുള്ളത് എന്ന് ഇഷാൻ ചിന്തിച്ചു. അവന്റെ അറിവിൽ അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു. ഇതറിയാനാണ് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നത്. മഹാദേവൻ സാറ് രാത്രി മുഴുവൻ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് കേട്ടു. ആരോ നുണ പറഞ്ഞാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ വന്നപ്പോ കണ്ടത് മഞ്ഞിൽ കുളിച്ച് ഇവിടെ നിൽക്കുന്ന അദ്ദേഹത്തെ തന്നെയാ. അവിടെയുള്ളവർ വീണ്ടും മന്ത്രിച്ചു. കുറച്ചു നാളു മുമ്പ് ഒരു വിദേശ വ്യാപാരി മഹാദേവനെ കാണാൻ വന്നിരുന്നു. അയാൾ മഹാദേവൻ സാർ പറഞ്ഞ സമയത്തിന് 1 മിനിറ്റ് വൈകി വന്നതിന് അയാൾ അദ്ദേഹം തിരികെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നോ? അടുത്ത വർഷവും ഇതേ ദിവസം ഇതേ സമയം കൃത്യമായി എത്തിയ വ്യാപാരം നടത്താന്ന്. തന്റെ സമയം അത് 1 മിനിറ്റ് ആണെങ്കിൽ പോലും വെറുതെ കളയാത്ത ആളാണ് മഹാദേവൻ സാർ. അങ്ങനെയുള്ള അദ്ദേഹം തന്നെ ഇവിടെ വന്ന് രാത്രി മുഴുവൻ നിൽക്കുമെന്ന് പറഞ്ഞാല് ആരെങ്കിലും വിശ്വസിക്കൂ? ചിലപ്പോ അദ്ദേഹത്തെക്കാൾ ശക്തനായ ഒരുവനായിരിക്കും ആ ബംഗ്ലാവിലുള്ളത്. അവിടെ നിന്നിരുന്ന മറ്റൊരുവൻ പറഞ്ഞു. മഹാദേവൻ സാറിന് ഇങ്ങനെ നിർത്താൻ മാത്രം ആർക്കാണ് ഇവിടെ ഇത്ര കഴിവുള്ളത്? ശക്തരായ ആളുകളുമായി ഇടയ്ക്കിടെ ഇടപഴകുന്നവർക്ക് മഹാദേവന്റെ യഥാർത്ഥ ശക്തി വ്യക്തമായി അറിയാമായിരുന്നു. മറ്റുള്ളവർക്ക് അവനൊരു സമ്പന്നനായ വ്യവസായി ആയിരിക്കാം. എന്നാൽ പട്ടണത്തിലെ 4 വലിയ കുടുംബങ്ങളിലെ അംഗങ്ങളുമായും അദ്ദേഹത്തിന് നല്ല പിടിപാടുണ്ടായിരുന്നു. കൂടാതെ നാട്ടിലെ പല മഹാന്മാരുമായും അദ്ദേഹത്തിന് നല്ല പരിചയം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അദ്ദേഹം രാജ്യത്തിന്റെ ഖജനാവിലേക്ക് ഭീമമായ തുക സംഭാവന ചെയ്യുന്നുണ്ട്. ചന്ദ്രഹാസൻ രാജാവ് പോലും അവനെ ഒരു പണം കായ്ക്കുന്ന മരമായിട്ടാണ് കണക്കാക്കുന്നത്. അവനെ അപ്രീതിപ്പെടുത്തുന്നതിനെ കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി രാത്രിയിൽ മുഴുവൻ ഗേറ്റിന് വെളിയിൽ കാത്തുനിന്നു എന്ന് ഇഷാൻ തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ കാത്തു നിൽക്കാൻ മാത്രം ഈ ബംഗ്ലാവിന്റെ ഉടമ ആരാണ്? അതറിയാനായി ഇഷാൻ അവിടെ നിൽക്കുന്ന ചിലരുടെ അടുത്തേക്ക് ചെന്നു. ഇത് ആരുടെ ബംഗ്ലാവാണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയോ? ഇഷാൻ ഉറക്കെ ചോദിച്ചു. ഇല്ല, പക്ഷേ അയാൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് അധികമായിട്ടില്ല, ഒരാൾ പറഞ്ഞു. അതെ, അയാൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. മഹാദേവൻ സാറേ ഇവിടെ നിൽക്കുന്നത് എന്തെങ്കിലും പ്രശ്നം കാരണവുമാകാം. ചിലപ്പോ അദ്ദേഹം വല്ല ദേഷ്യത്തിന്റെ പുറത്താണ് ഇവിടെ കാത്തു നിൽക്കുന്നതെങ്കിലോ?
അങ്ങനെയാണെങ്കിൽ ഈ ബംഗ്ലാവിന്റെ തറക്കൽ ഇളക്കിയിട്ടേ അദ്ദേഹം ഇവിടുന്ന് പോകൂ. മറ്റൊരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. അയാൾ വരുന്നതിന് മുമ്പ് ഇതാരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷെ അയാൾ വന്നതിന് ശേഷം ഇവിടെ ധാരാളം ജോലിക്കാരും കാവൽക്കാരും ഒക്കെ എത്തി. അതുമല്ല, ഞാനിവിടെ താമസിക്കുന്ന ആളെ കണ്ടതാണ്. അയാളെ കാണാൻ ഒരു 40-45 വയസ്സൊക്കെ തോന്നിക്കും. ആകെ ഒന്ന് വിളറി വെളുത്ത പോലുള്ള രൂപമാണെങ്കിലും കാണാൻ നല്ല ശക്തനായ വ്യക്തിയെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. മറ്റൊരാൾ പറഞ്ഞു. 40-45 വയസ്സുള്ള ആളോ? അയാൾക്ക് ഒരുപാട് വേലക്കാരും കാവൽക്കാരും ഉണ്ടെന്നോ? ഇഷാൻ ആശയക്കുഴപ്പത്തിലായി. ദേ നോക്ക്, ഗേറ്റ് തുറന്നു. ആരോ അലറി വിളിച്ചതും എല്ലാവരും ഗേറ്റിന്റെ അടുത്തേക്ക് നോക്കി. ബംഗ്ലാവിന്റെ ഗേറ്റ് മെല്ലെ തുറക്കപ്പെട്ടു. അകത്തു നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. ഇഷാൻ ഉടൻ തന്നെ അയാളെ തിരിച്ചറിഞ്ഞിരുന്നു. ഇത് മോഹനല്ലേ? ഇഷാന്റെ അറിവിൽ മോഹൻ മാർക്കറ്റിൽ ഒരു കട നടത്തുന്ന ആളാണ്. അവൻ ഇയാൾ ഇതിനു മുമ്പ് പല തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ മോഹൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇഷാൻ ആശ്ചര്യപ്പെട്ടു. ഒരിക്കൽ ഇഷാൻ തന്റെ ഒരു സുഹൃത്തിന്റെ വീടിന്റെ കാര്യം അറിയാനായി മോഹന്റെ ഓഫീസിൽ പോയിരുന്നു. അതുകൊണ്ട് മോഹൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോ ഇയാൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അവനും ഇവിടെ ഒരു വേലക്കാരനാണോ? ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇഷാൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. മഹാദേവൻ സാർ, ഇന്ദ്രൻ സാർ നിങ്ങളോട് അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഹാദേവനോട് അകത്തേക്ക് വരാൻ മോഹൻ ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ അയാളുടെ സ്വരത്തിൽ ബഹുമാനം നിറഞ്ഞിരുന്നു. എന്നാലും മഹാദേവനെ പോലെ ഒരാളെ ഇത്രയും നേരം പുറത്തു നിർത്താൻ എങ്ങനെ കഴിഞ്ഞു എന്നോർത്ത് അവിടെ നിന്നിരുന്നവർ അത്ഭുതപ്പെട്ടു. ഒരു മാർക്കറ്റിന്റെ ഉടമയോട് ഇങ്ങനെ പെരുമാറാൻ ആ മാർക്കറ്റിലെ ഒരു ചെറിയ കടയുടമയ്ക്ക് ഇത്ര ധൈര്യം? മഹാദേവൻ ഇപ്പോ ദേഷ്യപ്പെടുമെന്ന് ഇഷാൻ കരുതി. അതുപോലെ മോഹന്റെ കഥ ഇതോടെ അവസാനിച്ചു എന്ന് കരുതി മറ്റുള്ളവരും ആവേശത്തോടെ നോക്കി. പക്ഷേ മഹാദേവൻ ഒട്ടും ദേഷ്യപ്പെടാതെ മോഹനോട് തല കുനിച്ച് നന്ദി പറയാൻ തുടങ്ങി. എന്നിട്ട് മഹാദേവൻ മുന്നോട്ട് ചെന്ന് മോഹന് കുറച്ച് കാര്യങ്ങൾ നൽകി. മോഹൻ, നീ എന്നെ സഹായിച്ചതിന് നന്ദി. ഇത് നിനക്കുള്ള എന്റെ ഒരു ചെറിയ സമ്മാനമാണ്. തൽക്കാലം ഇത് വാങ്ങൂ. നിനക്കൊരു മികച്ച സമ്മാനം തന്നെ ഞാനിവിടെ നിന്നും പോയി കഴിഞ്ഞിട്ട് അയച്ചു തരാം. അയാൾ പറഞ്ഞു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് കണ്ട ഇഷാന്റെ കണ്ണുകൾ വിടർന്നു. ദൈവമേ, ഞാൻ കാണുന്നൊക്കെ സത്യമാണോ? എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത്രയും തന്നെ ഇവിടെ കാത്തു നിർത്തിച്ചിട്ടും അയാൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് മോഹൻ എങ്ങനെ ഇത്ര വലിയ ആളായി മാറി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവിടെയുള്ളവർ പിറുപിറുത്തു. ഇഷാനാവട്ടെ ഇതെല്ലാം കണ്ട് തല കറങ്ങുന്നത് പോലെ തോന്നി. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇഷാനെ കണ്ടെത്താൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ രണ്ടുപേരും അകത്തേക്ക് പോയിരുന്നു. മോഹൻ ചേതനിരിക്കുന്ന ഇടം ചൂണ്ടിക്കാണിച്ചതും മഹാദേവൻ വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം സാർ. നിങ്ങൾ എന്നെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ ഇന്നലെ അങ്ങനെ പെരുമാറിയത്. ചേതൻ ഹാളിൽ ഇരിക്കുകയായിരുന്നു. ചേതനോട് ഇന്നലെ താൻ ദേഷ്യപ്പെട്ടതിന് മഹാദേവൻ അവനെ കണ്ട ഉടനെ തന്നെ ക്ഷമാപണം നടത്തി. മഹാദേവൻ ഇത്ര വലിയ വ്യാപാരിയായിട്ട് പോലും തന്നെ രാത്രി മുഴുവൻ പുറത്തു നിർത്തിയ ഒരാളുടെ അടുത്ത് വന്ന് സോറി പറയുന്നു. ഇന്ദ്രൻ സാർ ഇത്രയും വലിയ ആളായിരുന്നു? മോഹൻ ചിന്തിച്ചു. നീ എന്തിനാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. ചേതൻ മുഖത്ത് പുഞ്ചിരി വിടർത്തിക്കൊണ്ട് പറഞ്ഞു. ഇന്ദ്രൻ സാർ അവരെ രാത്രി മുഴുവൻ നിഷ്കരുണം മഞ്ഞിൽ നിർത്തി. ഇന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷമേ അയാളെ അകത്ത് കിടക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. ഇത് പ്രതികാരമല്ലെങ്കിൽ മറ്റെന്താണ്? അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ദ്രൻ സാർ ഇങ്ങനെ ഒരു ക്ഷമ ചോദിക്കൽ പ്രതീക്ഷിച്ച് കാണില്ലെന്ന് മോഹൻ ചിന്തിച്ചു. മഹാദേവൻ വിനയത്തോടൊന്നും മൂളി. എന്നിട്ട് അവൻ മറ്റെന്തോ പറയാനായി വാ തുറന്നതും ചേതൻ തന്റെ കൈ ഉയർത്തി അയാളെ തടഞ്ഞു. ഞാൻ നിന്നോട് രാത്രി മുഴുവൻ പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ചേതൻ ചോദിച്ചു. അത് അയാളൊന്ന് തപ്പിത്തടഞ്ഞു. മഹാദേവന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇന്നലെ മഹാദേവൻ ഇന്ദ്രൻ സാറിനെ അപമാനിച്ചത് കൊണ്ടാണ് അയാളെ പുറത്തു നിർത്തിയതെന്ന് മോഹൻ കരുതി. ഇപ്പോൾ തന്റെ തെറ്റ് മനസ്സിലാക്കി മഹാദേവൻ മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നെയും എന്തിനാണ് ഇങ്ങനെ അത് തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്ന് മോഹൻ ചിന്തിച്ചു. നിന്നോട് പ്രതികാരം ചെയ്യാനാണ് ഞാൻ ഇത് ചെയ്തതെന്ന് നീ കരുതുന്നുണ്ടോ? ചേതൻ അവനോട് വീണ്ടും ചോദിച്ചു. ഇല്ല സാർ, ഇല്ല. മഹാദേവൻ ഉടനെ തന്നെ വിലങ്ങനെ തലയാട്ടി. നീ ചെയ്ത തെറ്റല്ല. നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അത് തന്നെ ചെയ്യുമായിരുന്നു. അതിനൊക്കെ പ്രതികാരം ചെയ്യാൻ നിന്നാ എന്നൊക്കെ വലിയ വിട്ടി മറ്റാരും കാണില്ല. വളരെ ശാന്തമായ സ്വരത്തിൽ ചേതൻ പറഞ്ഞു.
എന്നിട്ട് മഹാദേവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് തുടർന്നു. സത്യം പറഞ്ഞ രാത്രി മുഴുവൻ നിന്നോട് പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ നല്ലതിനു വേണ്ടി തന്നെയാണ്. ചേതൻ പറഞ്ഞു. എന്റെ നല്ലതിനോ? മഹാദേവൻ ചിന്തിച്ചു. ഇത്തവണ ചേതന്റെ വാക്കുകൾ മഹാദേവനെ മാത്രമല്ല ആശയക്കുഴപ്പത്തിലാക്കിയത്. മോഹന്റെ മുഖത്തും അത് കേട്ട് വിചിത്രമായ ഒരു ഭാവമുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി രാത്രി മുഴുവൻ മഞ്ഞത്തൊരാളെ നിർത്തിയ വിചിത്രമായ കാരണം എന്താണെന്നറിയാതെ മോഹൻ കൂടുതൽ അത്ഭുതപ്പെട്ടു. എന്റെ ഊഹം ശരിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ വല്ലാതെ രോഗം ബാധിച്ച ഒരാളാണ്. ഒരുപക്ഷെ അവർ മരണത്തിന്റെ വക്കിലായിരിക്കും. അതുകൊണ്ട് അവരെ എങ്ങനെ രക്ഷിക്കണമെന്ന് അറിയാനാണ് നീ ഇവിടെ വന്നത്, ശരിയല്ലേ? മഹാദേവനെ നോക്കി ചേതൻ ചോദിച്ചു. അതെ സാർ. താനിവിടെ വന്നതിനുള്ള യഥാർത്ഥ കാരണം ചേതൻ ഊഹിച്ചത് കണ്ട് മഹാദേവന് തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാനായില്ല. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ആ രക്തം കലർന്ന പച്ചക്കല്ലാണ് എല്ലാത്തിനും കാരണം. അതിന്റെ പ്രഭാവം ഇപ്പോഴും നിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ വാമോറ നിന്റെ ശരീരത്തിൽ തങ്ങിയിരുന്നത് കൊണ്ട് അതിനെ മാറ്റാൻ നിന്റെ ഉള്ളിൽ കോൾഡ് ഓറ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ മഞ്ഞിൽ നിർത്തിയത്. അത് നീ ശിക്ഷയായി കരുതിയെങ്കിൽ അതെന്റെ കുറ്റമല്ല. അതുമല്ല, നീ നിന്റെ ഭാര്യയെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ ആ ഓറ അവളെ ബാധിച്ച് അത് അവളുടെ മരണത്തിലേക്ക് എത്തിക്കുമായിരുന്നു. ചേതനൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് രാത്രി പുറത്തു നിൽക്കാൻ പറഞ്ഞത്. അങ്ങനെ ആ കല്ലിനാ നിങ്ങളുടെ ശരീരത്തിലേറ്റ ആഘാതം നീങ്ങും. അതുമല്ല, നീ തിരികെ പോകാതിരുന്നത് കൊണ്ട് ഒരു വലിയ അപകടവും ഒഴിഞ്ഞുപോയി. നീ തിരികെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്റെ ഭാര്യ മരിക്കുമായിരുന്നു. ഒരു എസ് ലെവൽ അധ്യാപകന് പോലും മരിച്ചവരെ പുനർജീവിപ്പിക്കാൻ കഴിയില്ല. ചേതൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ കാരണം മുഴുവൻ കേട്ടതും മഹാദേവന്റെ മുഖം വിളറി വെളുത്തു. സത്യം പറഞ്ഞാല് രാവിലെ വരെ കാത്തിരിക്കൂ എന്ന ഇന്ദ്രൻ സാറിന്റെ ആജ്ഞ കേട്ട് അയാൾക്ക് ദേഷ്യം വന്നിരുന്നു. പക്ഷേ കാത്തിരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും അവന്റെ മുൻപിലില്ലായിരുന്നു. അവനിവിടെ കാത്തിരുന്ന് സ്വയം വില കളയുകയാണെന്നാണ് ആദ്യം വിചാരിച്ചതെങ്കിലും അവന്റെ മുന്നിലിരുന്ന ആൾ ശരിക്കും നല്ല മനസ്സുള്ളവനായിരുന്നു. ഒരു എസ് ലെവൽ ടീച്ചർ ഇത്ര വലിയവനായിരിക്കുമെന്ന് അറിയാതെ പോയതിൽ മഹാദേവൻ ഖേദിച്ചു. എന്നിരുന്നാലും ഇന്ദ്രൻ സാറിനെ കാണാൻ കഴിഞ്ഞതിൽ അയാൾക്ക് വലിയ സന്തോഷമായിരുന്നു. തന്നെ പിടിവാശി കൈവിടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം താൻ ഇന്നലെ തിരിച്ചു പോയിരുന്നെങ്കിൽ അതിന്റെ ഭവിഷ്യത്തോർത്ത് അയാൾ ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കുമായിരുന്നു. താൻ കാരണം ഭാര്യ മരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മനസ്സിന് ശാന്തി ലഭിക്കില്ലായിരുന്നു. അവളുടെ ഓർമ്മകളിൽ ഖേദിക്കാൻ മാത്രമേ അയാൾക്ക് കഴിയുമായിരുന്നുള്ളൂ. ഇതെല്ലാം കേട്ട് തൊട്ടടുത്ത് നിന്ന മോഹനും ഞെട്ടി നിൽക്കുകയായിരുന്നു. അധ്യായം 107. മഹാദേവൻ ഞെട്ടിയതുപോലെ തന്നെ ചേതന്റെ വാക്കുകൾ കേട്ട് മോഹനും ഞെട്ടി നിൽക്കുകയായിരുന്നു. ഒരു എസ് ലെവൽ അധ്യാപകനിൽ നിന്നും ഒരാൾ പ്രതീക്ഷിക്കുന്നത് ഇതാണെന്ന് ചേതന്റെ ഓരോ നീക്കവും അവരെ ചിന്തിപ്പിച്ചു. കാരണം അയാൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. മഹാദേവനെ അധിക്ഷേപിച്ച് പ്രതികാരം ചെയ്യാനാണ് ഇന്ദ്രൻ സാർ ഉദ്ദേശിച്ചതെന്നാണ് മോഹൻ ആദ്യം കരുതിയത്. പക്ഷേ തന്നെ പോലെയുള്ള ഒരു മനുഷ്യന് ഉയർന്ന നിലയിലെ അധ്യാപകന്റെ ചിന്താഗതി മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി. മഹാദേവൻ വികാരാധീനനായി ചേതനെ വണങ്ങി. ഒരുപാട് നന്ദിയുണ്ട് സാർ എന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ആദ്യം ആരെങ്കിലും പറഞ്ഞയച്ച് നിന്റെ ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അവരുടെ ശരീരത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ നോക്കാം. ശരീരം വല്ലാതെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചത് വെറുതെ ആയി തീരും, ചേതൻ പറഞ്ഞു. ഞാനിപ്പോ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാം സാർ, മഹാദേവൻ പറഞ്ഞു. അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. എന്നിരുന്നാലും തന്റെ ഭാര്യ രക്ഷപ്പെടാൻ പോകുന്നു എന്ന സന്തോഷവും ഉള്ളിലുണ്ടായിരുന്നു. ഉടനെ തന്നെ മഹാദേവൻ ചേതന്റെ അനുവാദം വാങ്ങി കാശിക്കൊപ്പം അവിടെ നിന്നും പോയി. അതിനുശേഷം ചേതൻ മോഹന് നേരെ തിരിഞ്ഞു. നിന്നെ ഡോൺ ഫോർ സ്റ്റേജിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ നിനക്ക് ഇന്നലെ വാക്ക് തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്ന ശീലം എനിക്കില്ല, ചേതൻ പറഞ്ഞു. അത് കേട്ട് മോഹന്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അടുത്ത സ്റ്റേജിലേക്ക് കടക്കുക എന്നത് ഒരുപാട് കാലങ്ങളായി നിറവേറാതെ പോയ മോഹന്റെ മോഹങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ തന്റെ വികാരങ്ങൾ അടക്കി നിർത്താൻ അവന് കഴിഞ്ഞില്ല. നീ പതിവായി ഉപയോഗിക്കുന്ന പഞ്ചിങ് ടെക്നിക്ക് കാണിച്ചു തരൂ. അത് കണ്ടാൽ മാത്രമേ എനിക്ക് നിന്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയൂ, ചേതൻ പറഞ്ഞു. ഇപ്പൊ കാണിക്ക സർ. മോഹൻ പെട്ടെന്ന് തന്നെ തന്റെ ഈർന്നടഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. 10 വർഷത്തോളമായി ഒരേ ഡോൺ സ്റ്റേജിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന അയാൾക്ക് മുമ്പിൽ ഇത് വലിയൊരു അവസരമായിരുന്നു. മോഹൻ ചേതന് മുന്നിൽ തന്റെ പഞ്ചിങ് പവർ കാണിച്ചു കൊടുത്തു. തന്റെ പഞ്ചിന്റെ അവസ്ഥ കണ്ട്
മോഹന് വല്ലാത്ത ലജ്ജ തോന്നി. സാർ, എന്റെ പഞ്ചിങ് കണ്ടിട്ട് മോശം വിചാരിക്കരുത്. ഇന്നലെ നടന്നത് സാറിന് അറിയാവുന്നതല്ലേ. മഹാദേവൻ സാറിന്റെ ആളുകളുടെ അടുത്ത് നിന്ന് മടി വാങ്ങി കൂട്ടിയത് കൊണ്ട് ക്ഷതങ്ങൾ കാരണം എന്റെ ശരീരം ഇപ്പോഴും ബലഹീനമാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഡോൺ ഫോർ കടക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. മോഹൻ സംശയത്തോടെ പറഞ്ഞു. മോഹൻ പറയുന്നത് പോലെ അടുത്ത തലത്തിലുള്ള ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരാളുടെ ശരീരം പൂർണ്ണമായും സജ്ജമായിരിക്കണം. ഇന്നലെ കാവൽക്കാരുടെ ക്രൂരമായ മർദ്ദനമേറ്റ മോഹന്റെ പരിക്ക് ഇനിയും ഭേദമായിട്ടില്ല. എത്ര നല്ല അധ്യാപകനായാലും നിർദ്ദേശങ്ങൾ എത്ര നല്ലതായാലും ഇവിടെ പരിശീലനം ചെയ്യേണ്ടത് മോഹൻ തന്നെയാണല്ലോ. അതിനാൽ ഇത്തരമൊരു തളർച്ചയുള്ള ശരീരവുമായി എങ്ങനെ പരിശീലനം നടത്തുമെന്ന് ആലോചിച്ച് അയാൾ മടിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ തനിക്ക് അടുത്ത ഘട്ടത്തിലെത്താൻ കഴിയില്ലെന്ന് അയാൾ ഭയന്നു. അതുവരെ മോഹൻ തന്റെ പരിക്കിന്റെ വേദന അറിഞ്ഞിരുന്നില്ല. പക്ഷേ അവൻ തന്റെ പഞ്ചിങ് ടെക്നിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ ശരീരം മുഴുവൻ വേദനിക്കാൻ തുടങ്ങി. ഒപ്പം തന്റെ ശരീരത്തിലെ ഓറ ശരിയായ ദിശയിൽ ചലിക്കുന്നില്ല എന്നുള്ളതും അയാൾക്ക് മനസ്സിലായിരുന്നു. കുഴപ്പമില്ല, നീ അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പഞ്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ഓറ ശുദ്ധമല്ല. അതാണ് നിങ്ങൾ ഡോൺ 3-ൽ ഇത്രയും കാലമായിട്ടും കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് നിന്റെ ശരീരത്തിൽ ഓറ ശരിയായി ഒഴുക്കാൻ കഴിയാത്തത്. ഇങ്ങനെ പോയാൽ പിന്നെ ക്രമേണ നിങ്ങളുടെ ശക്തിയും കുറഞ്ഞു വരും. ചേതൻ പറഞ്ഞത് കേട്ട് മോഹൻ അതെ എന്ന മട്ടിൽ തലയാട്ടി. കാരണം കഴിഞ്ഞ 2 വർഷമായി അവന്റെ ശക്തിയും ക്രമേണ കുറഞ്ഞു വരുന്നുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. ഈ നിലയിൽ തന്നെ തുടരാൻ മോഹൻ നിരന്തരം പരിശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ നാളുകൾക്ക് മുന്നേ തന്നെ അവൻ ഡോൺ 2-ലേക്ക് താഴ്ന്നേനെ. ഡോൺ സ്റ്റേജ് 4-ൽ ഒരു വ്യക്തിയുടെ ഊർജം ശരീരത്തിലുടനീളം വ്യാപിക്കുന്നു. അതവന്റെ ഇല്ലികളെയും പേശികളെയും പോഷിപ്പിക്കുകയും അവനെ ശക്തനാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിന്റെ ഓറ അശുദ്ധമായതുകൊണ്ട് അത് പടരുന്നത് ബുദ്ധിമുട്ടായി മാറി, ചേതൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ മാറി എന്നുള്ളത് മോഹൻ അറിഞ്ഞില്ല. നിനക്ക് അടിയേറ്റതും നിന്റെ ശരീരത്തിൽ മുറിവുകൾ വന്നതും അവിടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഇപ്പോ നിന്റെ ശരീരത്തിൽ വീണ്ടും ഓറ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്, ചേതൻ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണോ സാർ അവരെന്നെ അടിച്ചപ്പോഴും തടയാതിരുന്നത്? ചേതൻ പറഞ്ഞു തീരും മുമ്പേ മോഹൻ ഇടയ്ക്ക് ചോദിച്ചു. ചേതന്റെ വാക്കുകൾ കേട്ട് മോഹൻ ഇങ്ങനെയാവും കാര്യങ്ങൾ എന്ന് ഊഹിച്ചു. അതോർക്കെ മോഹന്റെ കണ്ണുകൾ വീണ്ടും ഈറനണിയാൻ തുടങ്ങി. കുറച്ചു മുമ്പാണ് മഹാദേവൻ സാറിനെ ഗേറ്റിന് പുറത്ത് നിർത്തിയത് അദ്ദേഹത്തിന്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള സത്യം അയാൾ അറിഞ്ഞത്. അതിനു മുമ്പ് വരെ ഇന്ദ്രൻ സാർ മനഃപൂർവ്വം ഇടപെടാതിരുന്നത് കൊണ്ടാണ് തനിക്ക് പരിക്കേറ്റതെന്ന് മോഹൻ കരുതി. പക്ഷേ തന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് അവന് ഇപ്പോ തോന്നി. ഇന്ദ്രൻ സാറിന്റെ സതുദ്ദേശത്തെ സംശയിച്ചതിൽ അയാൾ ഖേദിച്ചു. എന്താ മോഹൻ? കാര്യസ്ഥന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കണ്ട് ചേതൻ കുഴഞ്ഞു. ഇയാൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഇയാളുടെ ടെക്നിക്കിൽ പ്രശ്നമൊന്നുമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അയാളെ കുറ്റപ്പെടുത്തിയൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ച് ചേതൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അതൊന്നുമില്ല സാർ, സാർ ഇതൊക്കെ ചെയ്തത് എന്റെ നന്മയ്ക്കാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അല്പം വികാരാധീനായതാണ്, മോഹൻ പറഞ്ഞു. ചേതൻ തലയാട്ടി. എന്നിട്ട് മോഹനോട് വിശദീകരിച്ചു. എന്റെ പ്രവൃത്തിക്ക് പിന്നിലെ കാരണം നിനക്ക് മനസ്സിലായതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കുറഞ്ഞ പക്ഷം എന്റെ പരിശ്രമം വെറുതെ ആയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരി, ഇപ്പൊ അതൊക്കെ വിട്, നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് തിരികെ വരാം. നിന്റെ മുറിവ് ഉണങ്ങാൻ മഹാദേവൻ നിനക്ക് തന്ന മരുന്ന് ഉപയോഗിച്ചാൽ മതി. അത് നല്ല മരുന്നാണ്. അതുമല്ല, അയാൾ തന്ന പണവും നീ ചെലവിനായി വെച്ചോ, ചേതൻ പറഞ്ഞു. ഇത് കേട്ടതും മോഹന്റെ മുഖം നാണക്കേട് കൊണ്ട് ചുവന്നു. തന്റെ നന്മയ്ക്ക് വേണ്ടി ഇന്ദ്രൻ സാർ ഓരോന്ന് ചെയ്തിട്ടും അദ്ദേഹത്തോട് പറയാതെ മഹാദേവൻ തന്നതൊക്കെ വാങ്ങി വെച്ചതിൽ അയാൾക്ക് ലജ്ജ തോന്നി. തന്റെ സാറിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ലെന്ന് മോഹന് തോന്നി. നീ തല കുലിക്കൊന്നും വേണ്ട, നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. നിന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ മാത്രം ആത്മാർത്ഥയോടെ ചെയ്താൽ മാത്രം മതി. അതില് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവരുത്. അതല്ലാതെ നിനക്ക് ആര് തരുന്ന സമ്മാനങ്ങൾ വേണമെങ്കിലും വാങ്ങാം, അതിനെന്നോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനായി പണം വാങ്ങരുത് കേട്ടോ, അത് പിന്നെ എല്ലാം പ്രശ്നത്തിൽ അവസാനിക്കും, ചേതൻ പറഞ്ഞു. മോഹന്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചേതന് വ്യക്തമായി അറിയാമായിരുന്നു. പിന്നെ മോഹൻ ആലോചനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് അവൻ തുടർന്നു. അധികം ആലോചിക്കണ്ട,
പോക്കറ്റിലുള്ള മരുന്നെടുത്ത് കഴിക്കുക. ഇനി ഡോൺ 4ലേക്ക് എത്തുക എന്നത് മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം. മറ്റൊന്നിലും നീ നിന്റെ ശ്രദ്ധ തിരിക്കരുത്. ഇത് ഇപ്പോ തന്നെയോ? മോഹൻ അത് കേട്ട് മിഴിച്ചു നിന്നു. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ നടക്കുമെന്ന് മോഹൻ വിചാരിച്ചതേയില്ല. സാർ, നമ്മള് ഇവിടെ നിന്ന് തന്നെയാണോ ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത്? അതോ കുറച്ചുകൂടെ ശക്തമായ മറ്റൊരു മുറിയിലേക്ക് പോണോ? വേറൊന്നും കൊണ്ടല്ല, മഹാദേവൻ സാർ എപ്പോ വേണമെങ്കിലും തിരികെ വരാലോ. ഡോൺ 4ലേക്കുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് തീരുന്നതിന് മുമ്പ് മഹാദേവൻ സാർ തിരികെ വന്ന ഇന്ദ്രൻ സാറാകും ഞങ്ങൾ ഇരുവരുടെയും ഇടയിൽ പെട്ടുപോകുക. അതുകൊണ്ടാണ് ചോദിച്ചത്. മോഹൻ തന്റെ ഉള്ളിലെ സംശയം ചോദിച്ചു. ഈ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷനാവുന്നത്? കുറച്ച് നിമിഷങ്ങളുടെ കാര്യത്തിന് വേണ്ടി മറ്റൊരു മുറിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ചേതൻ പറഞ്ഞു. കുറച്ച് നിമിഷങ്ങളോ? അത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഡോൺ 4ലേക്ക് എത്താൻ കഴിയും? മോഹൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ചേതന്റെ വാക്കുകൾ അയാൾക്ക് വിശ്വസിക്കാനായില്ല. ഡോൺ 3 വളരെ വലിയൊരു ഘട്ടമല്ലെങ്കിലും അത്ര ചെറുതുമല്ല. ഈ നില മറികടക്കാൻ മോഹൻ 10 വർഷത്തോളം ശ്രമിച്ചെങ്കിലും അവൻ അത് കഴിഞ്ഞിട്ടില്ല. ഡോൺ 3 മറികടക്കാൻ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വേണ്ടി വരുമെന്നാണ് മോഹൻ കരുതിയത്. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ദ്രൻ സാർ കുറച്ച് നിമിഷങ്ങളെന്ന് പറഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ചേതൻ പറയുന്നത് കേട്ടാൽ ഒരു ഘട്ടം മറികടക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും പോലെ ലളിതമായ കാര്യമാണെന്ന് തോന്നിപ്പോകും. എന്താ മോഹൻ, നീ കല്ല് പോലെ നിൽക്കുന്നത്? നിനക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ താല്പര്യമില്ല? ചേതൻ പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഇല്ല സാർ, അങ്ങനെയല്ല. ഇത് എന്റെ ചിരകാല സ്വപ്നമാണ് സാർ. ഞാനിനി എന്താണ് ചെയ്യേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. മോഹൻ ഉടനെ പറഞ്ഞു. കൊള്ളാം, ആദ്യം മരുന്ന് കഴിക്കേ, എന്നിട്ട് ശാന്തമായി ഞാനീ പറഞ്ഞത് മാത്രം ചെയ്യ്. ചേതൻ പറഞ്ഞു. ശരി സാർ. മോഹൻ തലയാട്ടി. ഈ നിർദ്ദേശം മോഹനെ സംബന്ധിച്ചിടത്തോളം ലളിതമായിരുന്നു. അങ്ങനെ ഒരു മടിയും കൂടാതെ മോഹൻ മഹാദേവൻ നൽകിയ മരുന്നെടുത്തു കഴിച്ചു. മരുന്നിന്റെ ഫലം ഉടനടി തന്നെ ദൃശ്യമാവുകയും ചെയ്തു. ആ മരുന്ന് ഒരു ഔദ്യോഗിക ആൽക്കിമിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അതിനാൽ അത് നല്ല നിലവാരമുള്ളതായിരുന്നു. ഗുളിക കഴിച്ചപ്പോൾ തന്നെ മോഹന്റെ ശരീരം ചൂടാകാൻ തുടങ്ങി. ഒപ്പം അവന്റെ ശരീരത്തിലേക്ക് ഓറ ഒഴുകാനും തുടങ്ങി. ചേതൻ മോഹന്റെ അടുത്തേക്ക് ചെന്നു. അവൻ കുറച്ച് വെള്ളി സൂചികൾ എടുത്ത് അവ ഓരോന്നായി മോഹന്റെ അടഞ്ഞുപോയ അക്യു പോയിന്റുകളിൽ കുത്തി നിർത്തി. ചേതൻ അഖിലിനെയും മേഘയെയും അതേ രീതിയിൽ തന്നെയായിരുന്നു സുഖപ്പെടുത്തിയത്. അതിനാൽ തനിക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ ആവശ്യമായി വന്നേക്കാമെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ചേതൻ സ്വയം സൂചികൾ ഉണ്ടാക്കി എപ്പോഴും കയ്യിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. ഒരടഞ്ഞ പോയിന്റ് കണ്ടെത്തുന്നതിന് അധ്യാപകർ ഓരോ പോയിന്റും ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും ഏത് പോയിന്റാണോ അടഞ്ഞത് അതിലൂടെ ആ അധ്യാപകന്റെ ഓറ കടത്തി വിടുകയും വേണം. എന്നാൽ ചേതന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. മറ്റുള്ളവരെ പോലെ പരിശോധിച്ച് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല അവന്. അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി തന്നെ അത് കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവന്റെ പണി എളുപ്പമാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ ചേതൻ ശരിയായ സ്ഥലങ്ങളിൽ സൂചികൾ കുത്തുകയും അതിലൂടെ അവന്റെ ഓറ ആ പോയിന്റുകളിലേക്ക് കടത്തി വിടുകയും മാത്രം ചെയ്താൽ മതി. അങ്ങനെ ആ വ്യക്തിയുടെ അടഞ്ഞ പോയിന്റുകൾ തുറക്കപ്പെടും. ഇവിടെയും അത് തന്നെയാണ് നടന്നത്. മോഹന്റെ ശരീരത്തിലെ അക്യു പോയിന്റുകൾ തുറന്നതും ചേതൻ തന്റെ ഊർജം മോഹന്റെ ഉള്ളിലേക്ക് സൂചിയിലൂടെ കടത്തിവിട്ടു. ചേതന്റെ ശുദ്ധമായ ഓറ അടഞ്ഞ പോയിന്റുകളെ തുറന്നു. തെളിഞ്ഞ നദീജലം ഒഴുകുന്നത് പോലെ ആ ഓറ അയാളിലൂടെ ഒഴുകി. മോഹന്റെ ഒഴുകാൻ കഴിയാത്ത തടസ്സപ്പെട്ടിരുന്ന ഓറ ഇപ്പോൾ വീണ്ടും ഒരു തടസ്സമില്ലാതെ ഒഴുകി തുടങ്ങി. 10 വർഷത്തോളം മോഹൻ തന്റെ ശരീരത്തിൽ ഓറ സംഭരിച്ചു വെച്ചിരുന്നു. എന്നാൽ അടഞ്ഞ പോയിന്റുകൾ കാരണം അയാൾക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അയാളുടെ അക്യു പോയിന്റുകൾ തുറക്കപ്പെട്ടതും ഓറ ശരീരത്തിലൂടെ കുതിച്ചുയരാൻ തുടങ്ങി. ഇതയാളുടെ മുഴുവൻ ശരീരത്തിന്റെയും ശക്തി വർദ്ധിപ്പിച്ചു. 1 മിനിറ്റിനുള്ളിൽ അയാളുടെ ഓറ ശരീരത്തിലുടനീളം വ്യാപിച്ചു. ഡോൺ 4 സ്റ്റേജ് കഴിഞ്ഞിട്ടും മോഹന്റെ ഉള്ളിലെ മാറ്റങ്ങൾ അവസാനിച്ചില്ല. അയാൾ വീണ്ടും വീണ്ടും ശക്തമായിക്കൊണ്ടിരുന്നു. അങ്ങനെ മിനിറ്റുകൾക്ക് ശേഷം ട്രാൻസിഷൻ പൂർണ്ണമായതും മോഹൻ കണ്ണുകൾ തുറന്നു. എഴുന്നേറ്റ് നിന്ന അയാൾക്ക് തന്റെ ഉള്ളിലെ ശക്തി കണ്ട് വിശ്വസിക്കാനായില്ല. ഡോൺ 4ലേക്ക് എത്തുന്നത് തന്നെ വലിയ പാടായിരിക്കുമെന്ന് കരുതിയ മോഹൻ ഇപ്പോൾ ഉള്ളത് ഡോൺ 4 ലെവൽ 3-യിലായിരുന്നു. ഇതെങ്ങനെയാ 5 മിനിറ്റ് കൊണ്ട് ഇത്രയും മാറ്റം സംഭവിച്ചത്? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. കാരണം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രക്രിയ അവസാനിക്കുമെന്ന സത്യം ചേതൻ അവനോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും അത് ഇത്രയും എളുപ്പമായിരിക്കുമെന്ന് കരുതിയില്ല. ഡോൺ സ്റ്റേജസ് കടക്കുന്നത് അത്ര കഠിനമല്ലെന്നുള്ളത് അവന് മനസ്സിലായി. ഇതിത്ര എളുപ്പമായിരുന്നെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് 10 വർഷമായി ഒരേ നിലയിൽ തന്നെ കുടുങ്ങി കിടന്നിരുന്നത് എന്ന ചോദ്യം മോഹന്റെ മനസ്സിൽ വരാതിരുന്നില്ല.
അപ്പോൾ ഈ 10 വർഷമായി ഞാൻ ചെയ്ത പരിശീലനങ്ങളെല്ലാം കൊണ്ട് എന്റെ ഉള്ളിൽ ഓറ ശേഖരിക്കപ്പെടുക മാത്രമാണോ ചെയ്തത്? അതെന്റെ ഉള്ളിലൂടെ എളുപ്പത്തിൽ ഒഴുകാതിരുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? മോഹൻ ആകെ സന്തോഷം കൊണ്ട് മറ്റൊരു ലോകത്തിൽ എത്തിച്ചേർന്ന പോലെയായിരുന്നു. ഞെട്ടിത്തരച്ചു നിൽക്കുന്ന മോഹനെ അവഗണിച്ച് ചേതൻ തന്റെ സൂചികൾ എടുത്ത് ഇരിപ്പിടത്തിലേക്ക് പോയിരുന്നു. അധ്യായം 108. അങ്ങനെ ഇന്ദ്രൻ സാറിന്റെ സഹായത്തോടെ എളുപ്പത്തിൽ മോഹൻ തന്റെ അടുത്ത ഡോൺ സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പോൾ മോഹന്റെ മനസ്സ് സന്തോഷം നിറഞ്ഞ് തുളുമ്പുകയായിരുന്നു. ശരി, ഇനി നീ നിന്റെ പഴയ അവസ്ഥയിലേക്ക് പോകരുതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പരിശീലനം ആരംഭിക്കും.